നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലക്ഷങ്ങൾ വിലമതിക്കുന്ന 3.25 ഏക്കർ ഭൂമി സൗജന്യമായി വിട്ടു നൽകി മാതൃകയായി കയ്പമംഗലത്തെ ജനപ്രതിനിധി CJ പോൾസൺ. നാട്ടിക ഫർക്ക കുടിവെള്ള പദ്ധതിയിലെ കാലാഹരണപ്പെട്ട പൈപ്പുകൾ മാറ്റി പുതിയത് സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. നാട്ടിക ഗ്രാമപഞ്ചായത്തിനെതിരെ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി കുറ്റവിചാരണ സദസ്സ് നടത്തി. വാർത്തകൾ വിശദമായി. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഭൂമി പൊതുജന നന്മയ്ക്ക് സൗജന്യമായി വിട്ടു നൽകി മാതൃകയാവുകയാണ് കയ്പമംഗലത്തെ ഒരു ജനപ്രതിനിധി. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗവും കഴിഞ്ഞ 4.5 പതിറ്റാണ്ടായി പൊതുപ്രവർത്തന രംഗത്ത് നിറസാന്നിധ്യവുമായ CJ പോൾസനാണ് തൻ്റെ 3.25 ഏക്കർ വരുന്ന ഭൂമി പൊതുകളി സ്ഥലത്തിനും ഭവനരഹിതർക്കുമായി സൗജന്യമായി നൽകുന്നത്. കയ്പമംഗലം RCUP സ്കൂളിന് കിഴക്ക് ഭാഗത്തുള്ള ഭൂമിയാണ് തെരഞ്ഞെടുത്ത ഭവനരഹിതരായ 10 പേർക്ക് വീട് നിർമ്മിക്കുന്നതിനും പൊതു കളിസ്ഥലത്തിനും മറ്റ് പൊതു ആവശ്യങ്ങൾക്കുമായി പോൾസൺ കയ്പമംഗലം പഞ്ചായത്തിന് കൈമാറുന്നത്. ഇതിൽ 40 സെന്റ് ഭൂമി 10 ഭവനരഹിതർക്കാണ് നൽകുക. 13.6 സെന്റ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന് കൈമാറും. 10 സെന്റ് ഭൂമി കൊടുങ്ങല്ലൂർ ആസ്ഥാനമായ ആശ്രയ അഗതി മന്ദിരത്തിന് നൽകും. ബാക്കി വരുന്ന സ്ഥലം കയ്പമംഗലം പഞ്ചായത്തിന് കളിസ്ഥലം നിർമ്മാണത്തിനുമായി ഉപയോഗിക്കും. 3 തവണ മികച്ച ഭൂരിപക്ഷത്തിൽ പഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട പോൾസൺ തീരപ്രദേശത്തെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തി കൂടിയാണ്. കളിസ്ഥലം യാഥാർത്ഥ്യമാകുന്നതോടെ തീരദേശത്തെ ഏറ്റവും വലിയ കളിസ്ഥലം എന്ന സ്വപ്നം കയ്പമംഗലം പഞ്ചായത്ത് യാഥാർത്ഥ്യമാക്കുമെന്ന് പോൾസൺ പറഞ്ഞു. ഞാൻ CJ പോൾസൺ, കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ്. ഈ വരുന്ന 17-ാം തീയതി കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിൽ വെച്ച് ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. എൻ്റെ കൈവശമുള്ള 3.25 ഏക്കർ സ്ഥലം പൊതു ആവശ്യങ്ങൾക്കായിട്ട്, പ്രധാനമായിട്ട് കളിസ്ഥലം 2.5 ഏക്കറോളം കളിസ്ഥലത്തിനും, അതുപോലെ പാവപ്പെട്ടവർക്ക് വീട് വയ്ക്കാൻ വേണ്ടി ഒരു 10 കുടുംബങ്ങൾക്ക് വീട് വയ്ക്കാനുള്ള സ്ഥലവും, അതുപോലെ തന്നെ ആശ്രയ അഗതി മന്ദിരത്തിനായിട്ട് 10 സെൻറ്റ് സ്ഥലവും, 14 സെൻറ്റ് സ്ഥലത്തോളം ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനും ബാക്കി റോഡും ഒക്കെ ആയിട്ട് പൊതു ആവശ്യങ്ങൾക്കായിട്ട് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വിശാലമായ സ്ഥലങ്ങളില്ലാത്തൊരവസ്ഥ വളരെ ഒരു കഷ്ടമുള്ളൊരവസ്ഥയാണ്. നാട്ടിലെ ഈ സ്പോർട്സ് പ്രേമികൾക്ക്, നമ്മുടെ കായിക പ്രേമികൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ ആളുകൾക്ക് വളർന്നു വരാനോ അവർക്ക് അവരുടെ കഴിവുകൾ മുന്നോട്ട് കാണിക്കാനുള്ള ഒരവസരമില്ലാത്തൊരവസ്ഥയാണ് ഇന്ന് നാട്ടിൽ നിലവിലുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് കളിസ്ഥലത്തിന് വേണ്ടിയുള്ള ഒരു ചർച്ചയും കാര്യങ്ങളും പൊതു പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കും ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന നിലയ്ക്കും പലപ്പോഴും പല കാര്യങ്ങളും ചെയ്തിരുന്നത്. അങ്ങനെയൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള ഒരു 3.25 ഏക്കറുള്ള സ്ഥലം, അതിൽ കളിസ്ഥലത്തിന് 2.5 ഏക്കർ കൊടുക്കാനുള്ള തീരുമാനം അതാണ്. അത് യാഥാർത്ഥ്യമായി വന്നു കഴിഞ്ഞാൽ, ഈ തീരപ്രദേശത്തെ ഏറ്റവും വലിയ ഒരു കളിസ്ഥലമായിട്ട് മാറും. ഇതെന്തായാലും ഈ നാടിന് എനിക്ക് പ്രതീക്ഷയുണ്ട്. ഈ നാട്ടുകാരെ ഏറ്റെടുത്തുകൊണ്ട്, ജനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ഇത് വികസിപ്പിച്ച് നല്ലൊരു കളിസ്ഥലവും കാര്യങ്ങളായിട്ട് മാറ്റുമെന്ന കാര്യം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട്. 17-ന് വെള്ളിയാഴ്ച കയ്പമംഗലം പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഭൂമി കൈമാറൽ ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ET ടൈസൺ MLA, ബെന്നി ബെഹന്നാൻ MP ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പങ്കെടുക്കും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനായി ഗ്രാമപഞ്ചായത്തുകളിലെ വാർഡുകളുടെ സംവരണ പട്ടിക നറുക്കെടുപ്പിലൂടെ തീരുമാനിച്ചു. ചാടൂർ പഞ്ചായത്തിൽ വാർഡ് 1 SC വനിത, വാർഡ് 2 ജനറൽ, വാർഡ് 3 ജനറൽ, വാർഡ് 4 വനിത, വാർഡ് 5 വനിത, വാർഡ് 6 ജനറൽ, വാർഡ് 7 വനിത, വാർഡ് 8 വനിത, വാർഡ് 9 ജനറൽ, വാർഡ് 10 ജനറൽ, വാർഡ് 11 വനിത, വാർഡ് 12 വനിത, വാർഡ് 13 ജനറൽ, വാർഡ് 14 SC വനിത, വാർഡ് 15 വനിത, വാർഡ് 16 SC ജനറൽ, വാർഡ് 17 ജനറൽ, വാർഡ് 18 ജനറൽ, വാർഡ് 19 വനിത എന്നിങ്ങനെയാണ് സംവരണക്രമം. താന്യം പഞ്ചായത്തിൽ വാർഡ് 1 ജനറൽ, വാർഡ് 2 വനിത, വാർഡ് 3 വനിത, വാർഡ് 4 ജനറൽ, വാർഡ് 5 വനിത, വാർഡ് 6 SC ജനറൽ, വാർഡ് 7 ജനറൽ, വാർഡ് 8 വനിത, വാർഡ് 9 SC വനിത, വാർഡ് 10 SC വനിത,
വാർഡ് 11 ജനറൽ, വാർഡ് 12 ജനറൽ, വാർഡ് 13 വനിത, വാർഡ് 14 ജനറൽ, വാർഡ് 15 വനിത, വാർഡ് 16 വനിത, വാർഡ് 17 വനിത, വാർഡ് 18 ജനറൽ, വാർഡ് 19 ജനറൽ എന്നിങ്ങനെയാണ് സംവരണം ചെയ്തിട്ടുള്ളത്. അന്തിക്കാട് പഞ്ചായത്തിൽ 1 ജനറൽ, 2 SC ജനറൽ, 3 വനിത, 4 ജനറൽ, 5 വനിത, 6 ജനറൽ, 7 വനിത, 8 ജനറൽ, 9 ജനറൽ, 10 വനിത, 11 വനിത SC, 12 ജനറൽ, 13 ജനറൽ, 14 വനിത, 15 വനിത എന്നിങ്ങനെയാണ് സംവരണക്രമം. നാട്ടിക പഞ്ചായത്തിൽ വാർഡ് 1 വനിത, വാർഡ് 2 വനിത, വാർഡ് 3 ജനറൽ, വാർഡ് 4 ജനറൽ, വാർഡ് 5 വനിത, വാർഡ് 6 ജനറൽ, വാർഡ് 7 ജനറൽ, വാർഡ് 8 വനിത, വാർഡ് 9 വനിത, വാർഡ് 10 SC ജനറൽ, വാർഡ് 11 വനിത, വാർഡ് 12 വനിത, വാർഡ് 13 ജനറൽ, വാർഡ് 14 വനിത, വാർഡ് 15 ജനറൽ എന്നീ രീതിയിലാണ് സംവരണം ക്രമപ്പെടുത്തിയിരിക്കുന്നത്. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ്സ് നടത്തി. പശ്ചാത്തല വികസനം, ആരോഗ്യം, കുടിവെള്ളം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ പ്രവർത്തനം ഗ്രാമപഞ്ചായത്തിന്റെ സുപ്രധാന നേട്ടങ്ങളായി ചൂണ്ടിക്കാട്ടി. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ്സ് മുരളി പെരുന്നള്ളി MLA ഉദ്ഘാടനം ചെയ്തു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് മുഖ്യാതിഥിയായി. MLA ഫണ്ടും സംസ്ഥാന സർക്കാരിന്റെ വിവിധ ഫണ്ടുകളും പ്രയോജനപ്പെടുത്തി ആവശ്യമായ കുടിവെള്ള പദ്ധതികൾ യാഥാർത്ഥ്യമാക്കി. ആരോഗ്യമേഖലയിൽ ഡിസ്പെൻസറികളുടെയും സബ് സെന്ററുകളുടെയും നവീകരണം സാധ്യമാക്കി. യാത്രാ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി ബസ് ബേ നിർമ്മാണം ആരംഭിച്ചു. സബ് രജിസ്ട്രാർ ഓഫീസിന് സ്വന്തം സ്ഥലം കണ്ടെത്തി ആധുനിക സംവിധാനങ്ങളോടെ പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കി. വനിതാ ജിം, സ്മാർട്ട് അംഗനവാടികൾ, നീന്തൽ പരിശീലനം, കളി ഉപകരണ വിതരണം, അംഗനവാടികളിൽ AC, വാട്ടർ ഫിൽട്ടർ സ്ഥാപിക്കൽ, സ്കൂൾ കെട്ടിടങ്ങൾ, ബഡ്സ് സ്കൂൾ, കളിക്കളങ്ങൾ, നെയ്ത്ത് പരിശീലന കേന്ദ്രം, വാദ്യോപകരണ വിതരണം, ബീച്ച് നവീകരണം, തടയണ നിർമ്മാണം, ബീച്ച് ടൂറിസം തുടങ്ങിയ വാടാനപ്പള്ളിയുടെ വികസന പ്രവർത്തനങ്ങൾ സദസ്സിൽ അവതരിപ്പിച്ചു. മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെയും പഞ്ചായത്തിന് ഭൂമി വിട്ടുതന്നവരെയും ആശാപ്രവർത്തകരെയും ഹരിതകർമ്മ സേനാംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രന്യ ബിനീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സരിത ഗണേശൻ, AS സബിത്ത്, വാർഡ് മെമ്പർമാരായ ഷൈജ ഉദയകുമാർ, ശ്രീകല ദേവാനന്ദ്, MS സുജിത്ത്, CM നിസാർ, കുടുംബശ്രീ ചെയർപേഴ്സൺ ബീന ഷെല്ലി, സെക്രട്ടറി IP പീതാംബരൻ എന്നിവർ സംസാരിച്ചു. സ്മാർട്ട് ക്ലിനിക്, വികസന പ്രവർത്തനങ്ങളുടെ എക്സിബിഷൻ എന്നിവയും വികസന സദസ്സിനോടനുബന്ധിച്ച് ഒരുക്കിയിരുന്നു. കേരളം വലിയൊരു നേട്ടം കൈവരിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 2016 ഇന്ന് അധികാരത്തിലിരിക്കുന്ന സർ പിണറായി നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ സർക്കാർ 1ാം ഘട്ടം അധികാരത്തിലാണ്. അന്ന് കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ നമുക്ക് കേരളം എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. സമസ്ത മേഖലയിലും എന്താണ് പിറകോട്ടടിയത്. കേരളം പിറകോട്ടം സഞ്ചരിച്ചിരുന്നു ഇരുണ്ട യുഗത്തിൽ നിന്ന് ഈ കാണുന്ന പ്രയാസപൂർണമായ ഒരു ലോകത്തേക്ക് ഈ കേരളത്തെ കൊണ്ടെത്തിച്ചത് നമ്മുടെ നവോത്ഥാന നായകരുണ്ട്. നാട്ടിക ഗ്രാമപഞ്ചായത്തിനെതിരെ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി കുറ്റവിചാരണ സദസ്സ് നടത്തി. നാട്ടിക പുതുക്കുളം സെന്ററിൽ നടത്തിയ സദസ്സ് DCC ജനറൽ സെക്രട്ടറി CM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി K ദിലീപ് കുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. അനിൽ പുളിക്കൽ, അഡ്വക്കേറ്റ് നൌഷാദ് ആറ്റുപറമ്പത്ത്, VR വിജയൻ, അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ, P വിനു, VD സന്ദീപ്, AN സിദ്ധപ്രസാദ്, CS മണികണ്ഠൻ എന്നിവർ പ്രസംഗിച്ചു. അഴിമതിയും ദൂർത്തും ആർഭാടവും നടത്തി നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരമില്ലാത്തതായി CPM BJP കൂട്ടുകെട്ട് ഭരണം മാറിയെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. നിരന്തരമായ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനവിരുദ്ധ നയങ്ങളുമായി പോകുന്ന ഒരു ഭരണസമിതി, ആ ഭരണസമിതി ഭൂരിപക്ഷമില്ലാതെ 5ആണോ വലുത് 6ആണോ വലുതെന്നറിയാത്തൊരു ഭരണസമിതി, 5ഉം 6ഉം കൂട്ടാനറിയാത്തൊരു ഭരണസമിതി, 5ൽ നിൽക്കുന്നവർ 3ന്റെ BJPയുമായി ചേർന്നുകൊണ്ടുള്ള CJP സഖ്യമാണ് എന്ന് പണ്ടൊക്കെ രാത്രികാലങ്ങളിലാണ് സഖ്യമെങ്കിൽ നാട്ടികയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഹിറ്റിലമെന്ന് അവകാശപ്പെടുന്ന CPMന്റെ ഏരിയ കമ്മിറ്റി സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ പഞ്ചായത്താണ് RSS BJP
അധികാരത്തിൽ പങ്കാളികളായി കൊണ്ടുപോകുന്ന ഒരു ഭരണസമിതിയാണെന്ന് നിരന്തരമായി കോൺഗ്രസും UDF-ഉം ഇവിടെ നിരന്തരമായി പറയുന്നത്. പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ ജില്ലാ ഉപജില്ലാ തല കായിക മത്സരങ്ങളിൽ വിജയികളായി. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന ഹൈജമ്പ് മത്സരത്തിൽ ഉപജില്ലാ തലത്തിൽ പെരിങ്ങോട്ടുകര സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് റിഷാൽ 1ാം സ്ഥാനവും അവിൻ കൃഷ 2ാം സ്ഥാനവും നേടി. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു വിദ്യാർത്ഥിയായ KP ആദിദേവ് മണ്ണുത്തി ഡോൺ ബോസ്കോ സ്കൂളിൽ നടന്ന ഉപജില്ലാ തല കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡലും കുന്നംകുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ജില്ലാതല മത്സരത്തിൽ സിൽവർ മെഡലും നേടി. മണലൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 20 ലക്ഷം രൂപ ചെലവഴിച്ച് നടപ്പിലാക്കിയ ജനകീയ ഹോട്ടൽ, ഹോമിയോ ഡിസ്പെൻസറി എന്നിവയുടെ ഇരുനില കെട്ടിട നിർമ്മാണോദ്ഘാടനം മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് നിർവഹിച്ചു. കാഞ്ഞാണി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സേവിയർ അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷ സുരേന്ദ്രൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിൻസി തോമസ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ വിശ്വംഭരൻ, മെമ്പർമാരായ PT ജോൺസൺ, കൃഷ്ണേന്ദു ഷിജിത്ത്, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ഗിരിജ രാമചന്ദ്രൻ, പഞ്ചായത്ത് സെക്രട്ടറി വിധുൻ എന്നിവർ പങ്കെടുത്തു. തൃപ്രയാർ NES കോളേജിന്റെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലയിലെ എല്ലാ സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾക്കായി ടാലന്റ് സ്കൗട്ട് പ്രോഗ്രാം ശനിയാഴ്ച NES കോളേജിൽ വെച്ച് നടത്തുമെന്ന് കോളേജ് പ്രിൻസിപ്പാൾ NC അനീജ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പഠനത്തോടൊപ്പം കലാകായിക രംഗങ്ങളിലും ഒരുപാട് പ്രാധാന്യം നൽകുന്ന മണപ്പുറത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സെൽഫ് ഫിനാൻസിംഗ് കോളേജാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി. 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി ട്രഷർ ഹണ്ട്, പസിൽ, റീൽ മേക്കിംഗ്, ഫുട്ബോൾ, കോഡ് ക്രാക്കർ, ടൈപ്പിംഗ് കോമ്പറ്റീഷൻ, സ്പോർട്ട് കൊറിയോഗ്രാഫി, ഫേസ് പെയിൻറ്റിംഗ്, സ്പോർട്ട് ഫോട്ടോഗ്രാഫി, കീബോർഡ് അസംബ്ലിംഗ്, ക്വിസ് കോമ്പറ്റീഷൻ, 3 സ്കട്ട് പോസ്റ്റ് എന്നീ മത്സരങ്ങളാണ് വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിട്ടുള്ളത്. മത്സരങ്ങളിലെ വിജയികൾക്ക് ക്യാഷ് പ്രൈസും ട്രോഫികളും വിതരണം ചെയ്യും. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കുന്ന സ്കൂളിന് സ്പെഷ്യൽ പ്രൈസും നൽകും. അസിസ്റ്റന്റ് പ്രൊഫസർമാരായ MV ലതിമോൾ, ലിജിന TJ, സ്മിത NR എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മണപ്പുറത്തിൻ്റെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പഠനത്തോടൊപ്പം തന്നെ പാഠ്യേതര വിഷയങ്ങളിലും കലാകായിക വിഷയങ്ങളിലും ഒരുപാട് പ്രാധാന്യം നൽകുന്ന കോളേജാണ്, സെൽഫ് ഫിനാൻസിങ് കോളേജാണ് NES കോളേജ് എന്ന് പറയുന്നത്. അപ്പോൾ കോളേജിൽ ഈ മാസം 18-ാം തീയതി ശനിയാഴ്ച തൃശ്ശൂർ ജില്ലയിലെ എല്ലാ സ്കൂളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള എല്ലാ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ടാലന്റ് സ്കൗട്ട് 2025 എന്ന പേരിൽ ഒരു പ്രോഗ്രാം വിദ്യാർത്ഥികൾക്കായിട്ട് നടത്തുന്നുണ്ട്. വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ നവീകരിച്ച KC വാസു സ്മാരക ഹാളിന്റെ ഉദ്ഘാടനം നടന്നു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. 30 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഹാൾ നവീകരിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക ദേവൻ, വൈസ് പ്രസിഡന്റ് VR ജിത്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ തപതി KA, ജ്യോതി രവീന്ദ്രൻ, സുധീർ പട്ടാലി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വസന്ത ദേവലാൽ, ജനപ്രതിനിധികളായ EP അജയ് ഘോഷ്, BK മണിലാൽ, KK പ്രകർഷൻ, മണി ഉണ്ണികൃഷ്ണൻ, അനിത കാർത്തികേയൻ, രശ്മി ഷിജോ, CG സുരേഷ്, അജ്മൽ ഷെരീഫ്, ഷൈൻ നെടിയിരിപ്പിൽ, വൈശാഖ് വേണുഗോപാൽ, പഞ്ചായത്ത് സെക്രട്ടറി ബിന്ദു, ചെയർപേഴ്സൺ സുനിത ബാബു, വൈസ് ചെയർപേഴ്സൺ ശൈലജ ജയലാൽ, പൊതുപ്രവർത്തകർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. നമ്മുടെ KC വാസകനെ സംബന്ധിച്ച് വളരെ വിശദമായി നമ്മളോട് സംസാരിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ ഇട്ട് വരുമ്പോൾ തന്നെ ചെറിയ അറിവ് മാത്രമാണ് എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്. ആരോട് ചോദിച്ച് അത് മനസ്സിലാക്കുമെന്നൊരു ധാരണ മനസ്സിലുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അകത്ത് ഇപ്പോൾ രണ്ടുപേരും KCയെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ സഹവാസകൻ ഹൃദയം തൊട്ട് നിന്നിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പഴയ കാലത്തുള്ള വാർഡ് മെമ്പർമാർക്കുള്ള ഒരു കാഴ്ചപ്പാട് ധാരണയും വളരെയേറെ തൊട്ടറിയുന്ന ഒരാളാണ് എന്നുള്ളതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. പലപ്പോഴും ഒരേ മെമ്പർമാർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള
മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനം നടത്താൻ പലപ്പോഴും കഴിയാറില്ല. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വലപ്പാട് യൂണിറ്റ് കുടുംബയോഗം നടന്നു. കഴിമ്പ്രം മടത്തിപ്പറമ്പിൽ ദേവി സുരേഷിന്റെ വസതിയിൽ ചേർന്ന കുടുംബയോഗം KSSPU ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ MV മധു ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് CK മധു അധ്യക്ഷനായി. ബ്ലോക്ക് മെമ്പർ NR പ്രകാശൻ, TMC രാജൻ, KV ജെയിൻ, ED ആശാലത, PA മേരി, MG സന്തോഷ് കുമാർ, ജോസഫ്, MV രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പക്ഷെ നമ്മള് ഇന്ന് പെൻഷൻകാർ അന്തസ്സോടും അഭിമാനത്തോടും കൂടി ജീവിക്കുന്നത് KSSPU എന്ന സംഘടന നമുക്ക് നേടിത്തന്നിട്ടുള്ളതാണ്. 1992 നമ്മുടെ സംഘടന രൂപീകരിക്കുന്ന സമയത്ത് 100 രൂപയായിരുന്നു പെൻഷൻ. പെൻഷൻ ഇല്ലാതിരുന്ന കാലഘട്ടം നമുക്കറിയാം. 5 രൂപയിൽ തുടങ്ങിയിട്ടുള്ള പെൻഷൻ ഇന്ന് ബേസിക് പെൻഷൻ 11,500 രൂപയായിട്ട് നിൽക്കുന്നു. ഇടവേള. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ, സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ 41ാം വാടാനപ്പള്ളി മേഖലാ സമ്മേളനം സമാപിച്ചു. വാടാനപ്പള്ളി EMS സാംസ്കാരിക നിലയത്തിൽ ചേർന്ന യോഗം AKPA ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് CS സുരേഷ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് AC ജോൺസൺ മുഖ്യപ്രഭാഷണം നടത്തി. സജീവ് വസദിനി, AV ജീസൻ, KC അജയൻ, രമേശ് അനന്യ, KA ഷനൂപ്, KS സജി, രാജേഷ് നാട്ടിയ, AH അസ്ഫാഖ്, MS സജീവൻ, AV ഫ്ലഡൻഡോ, ഷമീർ തൃത്തല്ലൂർ, KS സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. നമ്മൾ എവിടെ സമ്മേളനം നടത്തുന്നുണ്ടോ അവിടെ സെന്ററൊക്കെ എല്ലാ കൊല്ലം ഈ JCB വന്ന് മാറ്റിയിരുന്നൊരു സംവിധാനം ഉണ്ട്. കുറച്ച് കാലങ്ങളായിട്ടാണ് ചേലക്കര സമ്മേളനം നടത്തിയപ്പോൾ അന്ന് അവിടെ റോഡ് അപ്പൊ എവിടെയൊക്കെ സമ്മേളനം ഉണ്ട് അവിടെയൊക്കെ റോഡ് പണിയുണ്ട്. തിരിഞ്ഞാലക്കുട സമ്മേളനം നടത്തുമ്പോൾ അവിടെ ഡാനാവിലൊക്കെ പൊളിച്ചിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് നമുക്ക് അവിടെ എത്തിപ്പെടാനായിട്ട്. അപ്പൊ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങണം. തിരിഞ്ഞാലക്കുടയല്ലേ,
വാടാനപ്പള്ളിയിൽ പൂവല്ല വേണ്ടു ആകെ 15 മിനിറ്റ് പോലെ ആ ഒരു ടൈമിങ് മാറ്റി വെച്ചുകൊണ്ട് ഷാർപ്പ് 10 മണിക്ക് നമ്മുടെ സമ്മേളനത്തിന്റെ പ്രകടനം നമ്മളായിരിക്കും. ഷാർപ്പ് 10 മണി. 10 മണി എന്ന് പറഞ്ഞാൽ 11 മണി ആവില്ല. ഇനി വാടാനപ്പള്ളി മേഖല വന്നില്ലാഞ്ഞിട്ട് 10 മണിക്ക് പ്രകടനം നടക്കാണ്ടിരിക്കില്ല. അത് കൂടുതൽ മനസ്സിലാക്കി. അപ്പോ 10 മണിക്ക് നമ്മുടെ പ്രകടനം തുടങ്ങും. ആകെ 1 കിലോമീറ്റർ ഉള്ളൂ നമ്മുടെ പ്രകടനത്തിന്റെ പേര്. 5-6 കിലോമീറ്റർ നടത്തിച്ച് നമ്മുടെ മെമ്പർമാരെ വയർക്കൊടുക്കാനായിട്ടുള്ള ഒരു പരിപാടിയിലൊന്നും നമ്മൾ പോകില്ല. ആകെ 1 കിലോമീറ്റർ, അത് സ്ട്രൈറ്റ് റോഡ്. ഒരു വികസന പദ്ധതി പോലും നടപ്പിലാക്കാതെ ജനങ്ങളെ വഞ്ചിച്ച് വികസന സദസ്സ് നടത്തുന്ന LDF ഭരണസമിതിക്കെതിരെ BJP വാടാനപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. BJP മണലൂർ മണ്ഡലം പ്രസിഡന്റ് KS ധനീഷ് ധർണ ഉദ്ഘാടനം ചെയ്തു. BJP പഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജു പ്രേംലാൽ അധ്യക്ഷത വഹിച്ചു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സന്തോഷ് പണിക്കശ്ശേരി, KB ശ്രീജിത്ത്, മണ്ഡലം ജില്ലാ ഭാരവാഹികളായ ജയേഷ് മാധവൻ, അഖിൽ ദാസ് എന്നിവർ സംസാരിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്കായി മഴവില്ല് കലോത്സവം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷയായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ, പഞ്ചായത്ത് അംഗങ്ങളായ PH ബാബു, ഹേന രമേശ്, ഷിനി സന്തോഷ്, ഷൈജ ഷാനവാസ്, സജീഷ് സത്യൻ, AV ഗിരിജ, PA ഷമീർ, ICDS സൂപ്പർവൈസർ ദിവ്യ വിജയൻ, കൗൺസിലർ ഭാഗ്യലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ജീവിതം നയിച്ചു പോരുന്ന നമ്മുടെ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കുവാൻ ലക്ഷ്യത്തോടുകൂടി സംസ്ഥാന സർക്കാർ നിരവധിയായിട്ടുള്ള പദ്ധതി പ്രവർത്തനം ആയതിന്റെ ഭാഗമായി കൊണ്ട് ത്രിതല പഞ്ചായത്തുകൾക്ക് നിർബന്ധമായി കൊണ്ടും ഭിന്നശേഷി സഹോദരങ്ങളെ അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പോഷൻ മാസാചരണം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ ഉദ്ഘാടനം ചെയ്തു. നല്ല രീതിയിൽ തന്നെ ഈ പരിപാടി നടത്തി വരുന്നത്. ഇപ്പോൾ നമുക്ക് അറിയാം, അംഗനവാടികളിലൊക്കെ തന്നെ നല്ല രീതിയിലുള്ള ഭക്ഷണമാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. വളരെ നല്ല രീതിയിൽ തന്നെയാണ് കുട്ടികൾക്ക് നമ്മുടെ അംഗനവാടികളിൽ ഓരോ ഭക്ഷണങ്ങളും ഓരോ മെനു ദിവസം പ്രതി വ്യത്യസ്തമായ ഒരു ഭക്ഷണ രീതി തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം തന്നെയാണ്. ബിരിയാണി ആയാലും ചപ്പാത്തി, അതുപോലെ എല്ലാ പോഷക സമൃദ്ധമായ ഒരു ഭക്ഷണം തന്നെയാണ് നമ്മൾക്ക് അംഗനവാടി വഴി കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് സമയം കളയുന്നില്ല. നമ്മളുടെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും പറയുന്നതോടൊപ്പം തന്നെ ഇനിയും നല്ല രീതിയിൽ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേനക മധു അധ്യക്ഷയായി. ജനപ്രതിനിധികളായ ജ്യോതി രാമൻ, ലീന മനോജ്, മിൽന സ്മിത്ത്, മിനി ആൻഡോ, TP രഞ്ജിത് കുമാർ, ICDS സൂപ്പർവൈസർ TS സൂര്യമോൾ, ശിശു വികസന പദ്ധതി ഓഫീസർ ഷീജ പീച്ച്, ഹെൽത്ത് ഇൻസ്പെക്ടർ ബിനോയ് MB എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ അംഗനവാടി പ്രവർത്തകർ, പ്രീ സ്കൂൾ കുട്ടികളുടെ രക്ഷിതാക്കൾ എന്നിവരും പങ്കെടുത്തു. കിഡ്സ് ഷോ, ബോധവൽക്കരണ ക്ലാസ്, പോഷകാഹാര പ്രദർശനം, പോഷണ പൂക്കളം, ന്യൂട്രി ഫാഷൻ ഷോ എന്നിവ സംഘടിപ്പിച്ചു. പ്രീ സ്കൂൾ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ഡിസ്ട്രിക്ട് ലേബർ പ്രൊജക്ട് ഓഫീസർ ഫിറോസ് അലിയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ട നാട്ടിക ഫർക്ക കുടിവെള്ള പദ്ധതിയിലെ കാലാഹരണപ്പെട്ട പൈപ്പുകൾ മാറ്റി പുതിയ പൈപ്പ് സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു.
ചെളിങ്ങാട് RCUP സ്കൂൾ പരിസരത്ത് നിന്നാണ് പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ ആരംഭിക്കുക. കേരള വാട്ടർ അതോറിറ്റിയും കിഫ്ബിയും ചേർന്നാണ് പുതിയ പൈപ്പുകൾ സ്ഥാപിക്കുന്നത്. നാട്ടിക ഫർക്ക കുടിവെള്ള പദ്ധതിയിലെ CV സെന്റർ മുതൽ മതിലകം വരെയുള്ള പ്രദേശങ്ങളിൽ പുതിയ പൈപ്പ് സ്ഥാപിക്കാൻ 20 കോടി രൂപയുടെ ടെൻഡർ അംഗീകരിച്ച് ഉത്തരവ് ലഭിച്ചതിന് അടിസ്ഥാനത്തിലാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. ഇതോടെ 40 വർഷം പഴക്കമുള്ള 500 mm പ്രിമോ പൈപ്പുകൾ മാറ്റി പകരം 700 AMDI പൈപ്പുകൾ സ്ഥാപിക്കുന്നതോടെ പൈപ്പ് പൊട്ടുന്നതിൻ്റെ ഭാഗമായി നിരന്തരം ഉണ്ടാകാറുള്ള റോഡ് തകർച്ചയ്ക്കും കുടിവെള്ളം പാഴാകുന്നതിനും ഇതുമൂലമുണ്ടാകുന്ന കുടിവെള്ള പ്രശ്നത്തിനും പരിഹാരമാകും. ചെളിങ്ങാട് RCUP സ്കൂളിൽ നടന്ന ചടങ്ങിൽ E.T. ടൈസൺ MLA പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, പഞ്ചായത്ത് അംഗം CJ പോൾസൺ, എഞ്ചിനീയർ ലിറ്റി ജോർജ്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിന്നി പോൾ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഐഡ, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. അത് മാത്രമല്ല, കോൺട്രാക്ടറുണ്ട്, ബന്ധപ്പെട്ടവരുണ്ട്. നമ്മൾ പറഞ്ഞുള്ളത് അത് ഒരു പൈപ്പ് ഇട്ട് മാറ്റി സൈഡിലുള്ള മണ്ണ് മാറ്റി കഴിഞ്ഞാൽ അത് നികത്താൻ ആവശ്യമായ മൂടാൻ ആവശ്യമായ മണ്ണ് നമ്മൾ ഉപയോഗിക്കും. മൂടാൻ അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി മണ്ണ് ലേലം ചെയ്യാൻ ഇപ്പൊ തന്നെ നടപടി ആയിട്ടുണ്ട്. ലേല നടപടി ആയിട്ടുണ്ട്. പോഷകാഹാര കുറവുകളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പോഷൻ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷകാഹാര പ്രദർശനത്തിൻ്റെ തളിക്കുളം ബ്ലോക്ക് തല ഉദ്ഘാടനം നടന്നു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ തളിക്കുളം ICDSന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഈ ഉണ്ടാക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ തന്നെയാണ് കേരളത്തിലെ കുട്ടികൾക്ക് നൽകുന്നത്. 1975 ഒക്ടോബർ മാസം 2-ാം തീയതി ICDSന്റെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ടാണ് ഈ തരത്തിൽ നമ്മൾ വിവിധങ്ങളായിട്ടുള്ള ഓരോ ദിവസവും പാവപ്പെട്ട സാധാരണക്കാരന്റെ സമ്പന്നത ഉള്ളവരുടെ മക്കളൊക്കെ ഏക ആശ്വാസം കണ്ടെത്തുന്ന ഒരു മഹാസ്ഥാപനമാണ് കുരുന്നുകളുടെ കലാലയം. ആ കലാലയത്തിനകത്ത് അവരമ്മയേക്കാൾ കൂടുതൽ, അവരുടെ രക്ഷിതാക്കൾ കൂടുതൽ, ഏറ്റവും കൂടുതൽ അവരെ നോക്കി വളർത്തുന്നത് നിങ്ങളാണ്. ഏത് ഡിഗ്രിയും ഡിപ്ലോമയും കഴിഞ്ഞാൽ ആ കുട്ടി ഉന്നതങ്ങളിൽ എത്തിയാൽ തീർച്ചയായിട്ടും ഓർക്കപ്പെടുന്നത് അവനെ ആദ്യാക്ഷരം പഠിപ്പിച്ച, അവനെ കളിക്കാനും ചിരിക്കാനും ഉറങ്ങാനും വൃത്തിയോട് കൂടിയിട്ട് നടക്കാനും പഠിപ്പിച്ച നിങ്ങളായിട്ടുള്ള ഈ സഹോദരിമാരെയാണ് ഓരോ തലമുറയിലുള്ള കുട്ടികളും ആദ്യം ആലോചിച്ചു പോകാൻ ചിന്തിക്കുക. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഏൽപ്പിക്കുന്ന മുഴുവൻ ഉത്തരവാദിത്തങ്ങളും. ബ്ലോക്ക് മെമ്പർ വസന്ത ദേവലാൽ അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ശിശു വികസന പദ്ധതി ഓഫീസർ ശുഭനാരായണൻ, സെക്രട്ടറി റിജികുമാർ, തളിക്കുളം ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക ദേവൻ, ബ്ലോക്ക് മെമ്പർ KB സുധ എന്നിവർ സംസാരിച്ചു. പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങളുടെ പ്രദർശനവും നടത്തി. ICDS സൂപ്പർവൈസർമാർ, ICDS ജീവനക്കാർ, NNM കോർഡിനേറ്റർ എന്നിവർ പങ്കെടുത്തു. മത്സരത്തിൽ വിജയിച്ചവർക്ക് സമ്മാന വിതരണവും നടന്നു. മുൻ MP TN പ്രതാപിന്റെ ആസ്തി വികസന ഫണ്ട് 38 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡിലെ ഉൽക്കർഷ ഹൈടെക് അംഗനവാടിയുടെ ഉദ്ഘാടനം CC മൂന്നൻ MLA നിർവഹിച്ചു. TN പ്രതാപിന്റെ MP-യുടെ ഫണ്ടിൽ നിന്നും 38 ലക്ഷം രൂപയുടെ അംഗനവാടിയാണ് ഇവിടെ പണിത് തീർത്തത്. ഇതുപോലെ തന്നെ പ്രതാപൻ നമ്മുടെ പടിഞ്ഞാറ് മേഖലയിലുള്ള പഞ്ചായത്തുകളിൽ ഇതുപോലുള്ള അംഗനവാടി പണിയുന്നതിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു തരികയുണ്ടായി. അതൊക്കെ ഞാൻ തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത്.
എല്ലായിടത്തും നമ്മൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇതിൻ്റെ പൈസ തന്ന ആളെയും കൂടി ഒരുമിച്ച് നിർത്തിക്കൊണ്ടാണ് നമ്മൾ ഉദ്ഘാടനം ചെയ്യാറ്. പ്രതാപൻ വരാത്തതിനെ സംബന്ധിച്ച് നമ്മുടെ വാർഡ് മെമ്പർ ഉള്ള കാര്യങ്ങൾ പറയേണ്ടായി. ചില അവരെ സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പോകേണ്ടി വന്നതുകൊണ്ട് വരാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഞാനൊരു MLA എന്ന നിലയിലല്ല പല സ്ഥലത്തും പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അബ്ദുൾ ജലീൽ എടയാടി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജിത് PS, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേനക മധു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CK കൃഷ്ണകുമാർ, വാർഡംഗങ്ങളായ ശാന്ത സോളമൻ, ജ്യോതി രാമൻ, മിൽന സ്മിത്ത്, ലീന മനോജ്, മിനി ആൻഡോ, അനിത ശശി, TP രഞ്ജിത്ത് കുമാർ, സരിത സുരേഷ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ TI ചാക്കോ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KB രാജീവ്, മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉസ്മാൻ എടയാടി, പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ എൽദോ, ശിശുവികസന പദ്ധതി ഓഫീസർ ഷീജ PJ, ICDS സൂപ്പർവൈസർ സൂര്യമോൾ TS, അംഗനവാടി ടീച്ചർ TB കാവ്യ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ലക്ഷങ്ങൾ വിലമതിക്കുന്ന 3.25 ഏക്കർ ഭൂമി സൗജന്യമായി വിട്ടു നൽകി മാതൃകയായി കയ്പമംഗലത്തെ ജനപ്രതിനിധി CJ പോൾസൺ. നാട്ടിക ഫർക്ക കുടിവെള്ള പദ്ധതിയിലെ കാലാഹരണപ്പെട്ട പൈപ്പുകൾ മാറ്റി പുതിയത് സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. നാട്ടിക ഗ്രാമപഞ്ചായത്തിനെതിരെ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി കുറ്റവിചാരണ സദസ്സ് നടത്തി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.